നമുക്ക് ഈ 4 വാക്കുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. എന്താണ് ഹേ, ഹേം, ഹോ, ഹൂം? കുറെ പേർക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ പോലും ഇതെന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് എവിടെയാണ് ഈ ഹൂം വരുന്നത്? ഒരുപാട് പേർക്ക് അറിയാം അല്ലെ. മേ വെച്ചിട്ട് വരുന്ന സെന്റൻസുകൾക്കാണ് അവസാനം ഹൂം വരുന്നത് അല്ലെ. അപ്പൊ എല്ലാ മേ വെച്ചിട്ട് പറയുന്ന സെന്റൻസിനും ഈ ഹൂം യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. നോക്കാം കേട്ടോ. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇപ്പൊ പറയാണ് ഞാൻ എഴുതുകയാണ് എന്ന് പറയുമ്പോ എന്താ ഞാൻ ചെയ്യണേ? മേ ലിക് രഹാ ഹൂ അല്ലെങ്കിൽ മേ ലിക് രഹി ഹൂ. ഇവിടെ മേ ലിക് രഹ എന്ന് പറയുന്നത് എന്താണ്? പുരുഷനാണെങ്കിൽ കേട്ടോ. ലിക് രഹി എന്ന് പറയുമ്പോ സ്ത്രീ ആണെങ്കിൽ ഓക്കെ. ആ സൗണ്ടും ഈ സൗണ്ടും ആണ്. രഹ ആ സൗണ്ട് പുരുഷനും, രഹി ഈ സൗണ്ട് സ്ത്രീക്കുമാണ് കേട്ടോ പറയേണ്ടത്. ഓക്കെ. അപ്പൊ ഞാൻ പറയുമ്പോ മേ ലിക് രഹി ഹൂ, അവിടെയാണ് നമ്മൾ ഹൂം വെച്ചത്. ഓക്കെ. ഇനി ഹോ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? തുമ്മിന്റെ കൂടെയാണ്. നമുക്കറിയാം അല്ലെ. തും പറയുമ്പോ ഈ തും വെച്ച് സെന്റൻസ് പറയുമ്പോ അവിടെ ഹോയിലാണ് അവസാനിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നീ എവിടെ പോകുകയാ? തും കഹാ ജാ രഹേ ഹോ? തും കഹാൻ ജാ രഹേ ഹോ? അവിടെ തും കഹാൻ ജാ രഹേ ഹേ എന്നല്ല, തും കഹാ ജാ രഹേ ഹോ എന്നാണ് ചോദിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഒരു ഹേക്ക് കുത്തില്ല, ഒരു ഹേക്ക് കുത്തുണ്ട്. എന്താ അതിന്റെ ഡിഫറൻസ് എന്നുള്ളതാ? ഒന്നുമില്ല, രണ്ടും ഒരുപോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. കുത്തുള്ള ഹേ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ഉള്ളത് അല്ലെ. എക്സ്ട്രാ എന്ന് പറയുന്നത് ഒരു കുത്താണ്. ആ എക്സ്ട്രാ എവിടെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂരൽ ആയിട്ട് വരുമ്പോ. സിംഗുലർ ആവുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ഒന്നും ഇല്ലല്ലോ. പ്ലൂരലിലാണല്ലോ എക്സ്ട്രാസ് വരുന്നത്. അവിടെയാണ് നമ്മൾ ഈ കുത്തി യൂസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. പ്ലൂരൽ ആയിട്ട് സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റെസ്പെക്ട് കൊടുത്ത് നമ്മൾ എന്താ പറയാ? ആപ്പ് അല്ലെ. അപ്പൊ താങ്കൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ ആ കേസേ ഹേ, അവിടെയാണ് ഹേ എന്നല്ലാതെ ഹേം എന്നാണ്. പക്ഷെ സംസാരിക്കുമ്പോ ആപ് കൈസേ ഹേ എന്നാണ് ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആപ് കൈസേ ഹോ എന്ന് ചോദിച്ചാൽ തെറ്റുണ്ടോ? ഇല്ല. സംസാരിക്കുമ്പോൾ നമുക്ക് ഹേയും യൂസ് ചെയ്യാം, ഹോയും യൂസ് ചെയ്യാം. ഇതൊക്കെ ചെറിയ കൺഫ്യൂഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ആപ്പ് പറയുമ്പോൾ ഹേമ് പ്രയോഗിക്കണ്ടേ, അതല്ല അവിടെ എന്തുകൊണ്ടാണ് ഹോ പറഞ്ഞേ എന്നൊക്കെ പലരും ഡൗട്ടായിട്ട് ചോദിക്കാം. നമ്മുടെ സീരീസ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഒരു ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 റുപ്പീസ് ആണ് കേട്ടോ. 59 റുപ്പീസ് സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഫസ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഹേം എന്ന് പറയുന്നത് ഇനിയിപ്പോ റെസ്പെക്ട് മാത്രമല്ല പ്ലൂരൽ ആണ്. അവര് കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ അവർ എന്ന് പറയാനായിട്ട് വേ എന്നാണ് ഹിന്ദിയിൽ യൂസ് ചെയ്യാം കേട്ടോ. വേ വേ കേൽ രഹേ ഹേ അതാണ് അവിടെ വരുന്നത്. അവൻ കളിക്കുകയാണെന്ന് പറഞ്ഞാലോ അവിടെ ആ കുത്ത് വേണ്ട, അത്രയേ ഉള്ളൂ. വോ കേൽ രഹാ ഹേ എന്നാ പറയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചെറിയ ചെറിയ ഡിഫറൻസ് ആണ്. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. എങ്കിൽ പോലും നമ്മൾ സംസാരിക്കാൻ പഠിക്കുമ്പോൾ, ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു പോണം അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ.